ഡിവൈൻ ബാങ്ക്വറ്റിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതവും വന്ദനവും അറിയിക്കുന്നു. നാം ഒന്നിച്ച് കഴിഞ്ഞ ചില ആഴ്ചകളായി പുതുക്കം അഥവാ കൈനോസ് എന്ന് പറയുന്ന ഒരു വേർഡിനെ കുറിച്ച് ദൈവവചനത്തിൽ അധിഷ്ഠിതമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനാധാരമായിട്ട് നമ്മൾ ചിന്തിച്ച വാക്യങ്ങൾ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങളും, അതുപോലെ റോമാലേഖനം 6-ാം അധ്യായം അതിന് 4-5 വാക്യങ്ങളും ഒക്കെയാണ്. നമ്മൾ ജീവൻ്റെ പുതുക്കത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച ചിന്തിക്കാനിടയായി തീർന്നത്. ജീവൻ്റെ പുതുക്കം എന്നുകൂടി പറഞ്ഞാൽ ആദാമ്യമായ ജീവൻ്റെ പഴക്കങ്ങളോ മരണങ്ങളോ ഇല്ലാത്ത ക്രിസ്തുവിലുള്ള ആ ജയത്തിൻ്റെ ജീവൻ്റെ പുതുക്കം നമ്മുടെ മേൽ വെളിപ്പെടുന്നു. നാം ആ ക്രിസ്തുവിൻ്റെ ജയത്തിൽ ജീവിപ്പാൻ, ആ പുതുക്കത്തിൽ നടപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇപ്പോൾ റോമാലേഖനം 6-4 പൗലോസ് അപ്പോസ്തലൻ നമ്മോട് വ്യക്തമായി പറയുന്നു, സ്നാനത്തിൽ നിന്ന് ഒരുവൻ സ്നാനപ്പെട്ട് എഴുന്നേറ്റ് വരുന്നത് ആദാമ്യ മരണത്തിൽ നിന്ന് ആ ക്രിസ്തുവിൻ്റെ ഉയർപ്പിലേക്ക്, ആ ജയജീവിതത്തിലേക്ക് ഒരുവൻ എഴുന്നേറ്റ് വരുന്നത് പോലെയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, സ്നാനപ്പെടുമ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങി വെള്ളത്തിൽ മുങ്ങി വെള്ളത്തിൽ നിന്ന് ഒരുവൻ കരകയറുമ്പോൾ തന്നിൽ സംഭവിച്ച വലിയൊരു ആത്മീക പ്രതിഭാസം, ഒരു സ്പിരിച്വൽ ഫിനോമിന, അതിനെ സാക്ഷീകരിക്കുകയാണ് ചെയ്യുന്നത്. അതെന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ആദാമ്യമായ സകലത സംബന്ധിച്ചും ഞാൻ മരിച്ചു, ഞാൻ അടക്കപ്പെട്ടു ക്രിസ്തുവിൽ. ഞാനിപ്പോൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നത് ആദാമിൽ നിന്നുള്ളവനായിട്ടല്ല, ക്രിസ്തുവിൽ നിന്നുള്ളവനായിട്ടാണ്. അപ്പോൾ ആ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനാണ് തുടർന്നുള്ള സമയങ്ങൾ, തുടർന്നുള്ള ശിഷ്ട ജീവിതകാലം നാം ദൈവകൃപയിൽ ആശ്രയിക്കേണ്ടത്. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ ഓർപ്പിച്ചിരിക്കുന്നത്. ആമേൻ. അപ്പം നമ്മൾ ചിന്തിച്ച ജീവൻ്റെ പുതുക്കത്തെക്കുറിച്ചാണ്. അപ്പം 2 കൊരിന്ത്യർ 5:17 നമ്മൾ പുതിയ സൃഷ്ടിയെക്കുറിച്ച് കണ്ടു. അതുപോലെ റോമാലേഖനം 6-4 ജീവൻ്റെ പുതുക്കത്തെക്കുറിച്ച് കണ്ടു. ഇതേ റോമാലേഖനത്തിൽ അതിൻ്റെ 7-ാം അധ്യായത്തിൽ അതിൻ്റെ 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്. റോമർ 7:6 ഇങ്ങനെയാണ് പറയുന്നത്, ഇപ്പോഴും നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കെ കൊണ്ട് അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി തീർന്നിരിക്കുന്നു. അപ്പോൾ റോമാലേഖനം 6-ാം അധ്യായത്തിൽ നാം ചിന്തിച്ചത്, നാം പാപത്തിൽ നിന്ന് ഒഴിവുള്ളവരായി. ഇനി ഒരിക്കലും നാം പാപത്തിന് നമ്മുടെ ശരീരം അടിമപ്പെടുന്നില്ല. നാം ഇനി ഒരിക്കലും പാപത്തിന് അടിമപ്പെടാതെ വണ്ണം നമ്മുടെ പാപ സ്വഭാവം, അല്ലെങ്കിൽ പഴയ മനുഷ്യൻ, അല്ലെങ്കിൽ ആ പാപപ്രകൃതി, അതിൽ നാം മോചനം പ്രാപിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. അതാണ് അവിടെ ഇപ്രകാരം ഓർപ്പിക്കുന്നത്. എന്നാൽ 7-ാം അധ്യായം നമ്മോട് പറയുകയാണ്, ന്യായപ്രമാണത്തിൽ നിന്ന് നാം ഒഴിവുള്ളവരായിരിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, ക്രിസ്തുവിലുള്ള ഒരാൾക്ക് അവരുടെ ന്യായപ്രമാണത്തിന് ബാധകമല്ല. ആമേൻ. ഇപ്പോൾ റോമർ 6 പറയുന്നു, നാം പാപം സംബന്ധിച്ച് മരിച്ചു. നാം മുമ്പൊരു എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചതാണ്, നാം പാപികളല്ലെന്നുള്ളത്. നിങ്ങളത് കേട്ടതാണെന്നും ധ്യാനിച്ചതാണെന്നും ഞാൻ കരുതുകയാണ്. നാം ഒരിക്കലും പാപികളല്ല. ഒരിക്കൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച അന്ന് മുതൽ ഇങ്ങോട്ട് നാം ഇനി ഒരിക്കലും പാപികളല്ല. നിങ്ങൾ ഒരിക്കലും നിങ്ങളെക്കുറിച്ച് പാപികളെന്ന് പറയരുത്. നിങ്ങൾ ദൈവമക്കളാണ്. ഇപ്പോൾ പാപികളെന്നുള്ള നമ്മുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നു. നമ്മളിപ്പോൾ ദൈവമക്കളാണ്. ആ ദൈവമക്കൾ പാപം ചെയ്യുമോ? ചെയ്യും. ദൈവമക്കൾക്ക് ബലഹീനതയുണ്ട്, അവർ പാപം ചെയ്തേക്കാം. എന്നാൽ അവർ പാപം ചെയ്യുമ്പോൾ അവരുടെ ദൈവമക്കൾ എന്നുള്ള പദവി നഷ്ടപ്പെട്ട് വീണ്ടും അവർ പാപികളെന്നുള്ള ആ താഴ്ചയുള്ള പദവിയിലേക്ക് മാറ്റപ്പെടുന്നില്ല. സ്റ്റിൽ അവർ ദൈവമക്കൾ തന്നെയാണ്. അവരവരുടെ പാപത്തെ ഏറ്റുപറയും. ഇതാണ് 1 യോഹന്നാൻ 1-ാം അധ്യായവും 2-ാം അധ്യായവും നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ
തന്നെ ഇപ്രകാരം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. അപ്പം 1-ാം അധ്യായത്തിൽ ഇപ്രകാരം ഓർപ്പിക്കുന്നു, അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പം നമുക്ക് പാപമില്ലെന്ന് നാം പറയുന്നെങ്കിൽ നാം ദൈവത്തെ അസത്യവാദിയാക്കുന്നു. നാം പാപം ചെയ്തിട്ടില്ല എന്ന് നാം പറയുന്നെങ്കിൽ നാം കള്ളം പറയുന്നു. അപ്പം നമ്മിൽ പാപമുണ്ട്, നാം പാപം ചെയ്തിട്ടുമുണ്ട്, പക്ഷേ നാം പാപികളല്ല, നാം ദൈവമക്കളാണ്. പ്രൈസ് ഗോഡ്. കാരണം പാപികളെന്നുള്ള ആ പദവിയിൽ നിന്ന്, ആ അവസ്ഥയിൽ നിന്ന് ദൈവമക്കളെന്നുള്ള അതിശ്രേഷ്ഠമായ പദവിയിലേക്ക് ദൈവം നമ്മെ ദത്തെടുത്തു. ഞാൻ ദൈവിക കുടുംബത്തിലെ അംഗമാണ്, ഞാൻ ഒരിക്കലും പാപിയല്ല. ഈ തിരിച്ചറിവ് തന്നെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീക ജീവിതത്തിന് വലിയ ഉത്തേജനമാണ് നൽകുന്നത്. വാസ്തവത്തിൽ ഈ പാപി എന്നുള്ള അവസ്ഥയിൽ നിന്ന് ദൈവമക്കൾ എന്നുള്ള പദവിയിലേക്ക് ഉയർത്തപ്പെട്ടവരുടെ അകത്ത് വെളിപ്പെടുന്ന ദൈവത്തോടുള്ള കരകവിഞ്ഞ ആ നന്ദി കരേറ്റലും ആ സന്തോഷവുമൊക്കെയാണ് ഈ രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. ഞാൻ കരുതുന്നു നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടെന്ന്. ആമേൻ. അപ്പോൾ 6-ാം അധ്യായം പാപം സംബന്ധിച്ച് മരിച്ചു. 7-ാം അധ്യായം നമ്മോട് പറയുകയാണ് ന്യായപ്രമാണം സംബന്ധിച്ച് നാം മരിച്ചു. ഇപ്പോൾ ഈ റോമാലേഖനം 7-ാം അധ്യായം എഴുതപ്പെടുമ്പോൾ നമ്മെപ്പോലെയുള്ള ഒരു ഓഡിയൻസിനല്ല ഈ ലേഖനം കൈമാറുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള അനുവാചകർക്ക് വേണ്ടിയല്ല ഈ ലേഖനം കൈമാറുന്നത്. ഞാൻ പലപ്പോഴും നിങ്ങളെ ഓർപ്പിച്ചിട്ടുണ്ട്, ബൈബിള് ഒരിക്കലും ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട പുസ്തകമല്ല. ഇത് യഹൂദൻ്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ യഹൂദൻ്റെ പശ്ചാത്തലം, അവൻ്റെ സംസ്കാരം ഒക്കെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ബൈബിൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ക്രിസ്ത്യൻഡത്തിൽ, ആത്മീയ ഗോളത്തിൽ പറ്റിയ വലിയൊരു പരാജയമാണ് നമ്മൾ നമ്മുടേതായ സംസ്കാരവും രീതികളും ഒക്കെ അനുസരിച്ച് ബൈബിളിനെ വ്യാഖ്യാനിച്ചു. അതുകൊണ്ട് തിരുവചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നോ അത് നമുക്ക് ലഭിച്ചില്ല, സന്ദേശം നമുക്ക് ലഭിച്ചില്ല, മറ്റു പലതുമാണ് നമുക്ക് ലഭിച്ചത്. പ്രൈസ് ഗോഡ്. ഓക്കെ. അപ്പോൾ ഇവിടെ റോമാലേഖനം 7-ാം അധ്യായം ഒരു പുതുക്കത്തെക്കുറിച്ച് പറയുക. ഞാൻ പറഞ്ഞല്ലോ, 6-ാം അധ്യായത്തിൽ വെളിപ്പെട്ട വലിയൊരു പുതുക്കമുണ്ട്, ആ ജീവൻ്റെ പുതുക്കമാണ്. എന്നാൽ 7-ാം അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ആമേൻ, നാം ആത്മാവിൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. ആത്മാവിൻ്റെ പുതുക്കം. ഇപ്പോൾ ജീവൻ്റെ പുതുക്കത്തെക്കുറിച്ച് കേട്ടു 6-ാം അധ്യായത്തിൽ. 7-ാം അധ്യായത്തിൽ ആത്മാവിൻ്റെ പുതുക്കത്തെക്കുറിച്ചാണ് കേൾക്കുന്നത്. ഞാൻ ആ വാക്യം ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. റോമാലേഖനം 7-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നതിൻ്റെ 6-ാം വാക്യത്തിൽ, ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി തീർന്നിരിക്കുന്നു. നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി തീർന്നിരിക്കുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ നമുക്ക് ന്യായപ്രമാണം ബാധകമാണോ? നമുക്ക് ബാധകമല്ലെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ന്യായപ്രമാണം ഒരിക്കലും നമുക്ക് ബാധകമല്ല. ആമേൻ. ഒന്നാമത് ന്യായപ്രമാണം നൽകപ്പെട്ടത് യഹൂദനാണ്, നമുക്കല്ല. ജാതികൾക്ക് ന്യായപ്രമാണവുമായി യാതൊരു ബന്ധവുമില്ല. ആമേൻ. റോമാലേഖനം 9-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യമൊക്കെ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അത് യഹൂദന് നൽകപ്പെട്ടതാണ് ന്യായപ്രമാണം. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് കടക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ അവസാന 2 വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, ന്യായപ്രമാണം, ഇതൊക്കെ നൽകപ്പെട്ടത് യഹൂദനാണ്, ജാതികൾക്കല്ല. നമ്മൾ ദൈവജനമായ യഹൂദനോട് സഖ്യതയില്ലാത്തവരാ. ആമേൻ. ന്യായപ്രമാണം നമ്മുടേതല്ല. നമ്മൾ വാഗ്ദത്തത്തിന് അന്യരാണ്. നമ്മൾ അവകാശദേശം സംബന്ധിച്ച് പരദേശികളാണ്. നമ്മൾ ജാതികളാണ്. ന്യായപ്രമാണം നിമിത്തമല്ല നാം വീണ്ടെടുക്കപ്പെട്ടത്. ന്യായപ്രമാണം അനുസരിച്ചതിൻ്റെ പേരിലല്ല നമ്മളെ നീതിമാന്മാരെന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച നിമിത്തമാണ്. ആമേൻ. അപ്പോൾ 2 തരത്തിലുള്ള നീതിയാണ് ബൈബിളിലെ 2 കവനന്റുകൾ ആവശ്യപ്പെടുന്നത്. ഒന്നാമത്തെ കവനന്റാണ് മോശ നിമിത്തം നൽകപ്പെട്ട ന്യായപ്രമാണം. ആ ന്യായപ്രമാണം അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. റോമാലേഖനം 10-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമുണ്ട്, ന്യായപ്രമാണത്തിൻ്റെ നീതി സംബന്ധിച്ച് അതെന്ത് പറയുന്നു? അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും, അത് ചെയ്യുന്നവൻ നീതിമാനാണ്. അപ്പം ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് ചെയ്യുന്നവനെല്ലാം നീതിമാനാണ്, പക്ഷെ ആർക്കും അത് ചെയ്യാൻ പറ്റിയില്ല. ന്യായപ്രമാണം ചോദിച്ചത് ആർക്കും ചെയ്യുവാൻ കഴിഞ്ഞില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ പുതിയ കവനന്റ് അഥവാ പുതിയ നിയമം,
നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ന്യായപ്രമാണമേ അല്ല, മറിച്ച് യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്താൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അവൻ്റെ സകല പാപങ്ങളെയും സകല കടങ്ങളെയും യേശു കർത്താവ് അത് കൊടുത്തു തീർത്തിട്ട്, സകല പാപക്കടങ്ങൾ കൊടുത്തു തീർത്തിട്ട് യേശു കർത്താവ് അവന് പകരമായി മരിച്ചെന്നും അവന് മറുവില കൊടുത്തെന്നും അവനെ വീണ്ടെടുത്തെന്നും വിശ്വസിക്കാമോ? അത് വിശ്വസിച്ചാൽ, അത് വിശ്വസിക്കുന്നവൻ അന്നു മുതൽ നീതിമാനായി തീരുകയാണ്. പ്രൈസ് ഗോഡ്. ഇതൊരിക്കലും ഒരു മനുഷ്യബുദ്ധിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമൊന്നുമല്ല. ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ നമ്മൾ ചോദിച്ചു കളയും. പക്ഷേ ദൈവത്തിൻ്റെ തിരുവചനം യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നു, നാം ദൈവമക്കളെന്നൊന്ന് വിളിക്കപ്പെടാനായിട്ട് പിതാവ് എത്ര വലിയ സ്നേഹമാണ് നമുക്ക് തന്നിരിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോഴോട് ഇപ്രകാരം എഴുതിയിരിക്കുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു. ആമേൻ. അപ്പോൾ ദൈവം തൻ്റെ സ്വരൂപവും തൻ്റെ പൂർണ്ണതയുമായ പുത്രനെ നമുക്ക് വേണ്ടി സ്പെയർ ചെയ്തെന്ന് എഴുതിയേക്കണം. പ്രൈസ് ഗോഡ്. ഇത്ര വലിയ സ്നേഹമാണ്. അപ്പം നമ്മൾ ഓരോരുത്തരെയും വിടുവിക്കാനായിട്ട് ദൈവം ചെയ്തത് എന്താ? ഒരു യേശുവിൻ്റെ മുഴുവൻ വിലയും തന്നാണ് ഓരോരുത്തരെയും ദൈവം വിടുവിച്ചിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ആമേൻ. കർത്താവായ യേശുക്രിസ്തു എല്ലാവർക്കായും ക്രൂശിക്കപ്പെട്ടു, അത് വളരെ വാസ്തവമാണ്. പക്ഷേ ഓരോരുത്തർക്കും വേണ്ടി സ്വന്തം പുത്രൻ എന്തായിരിക്കുന്നു അത് മറുവിലയായി തന്നിട്ടാണ് ദൈവത്തിൻ്റെ നീതി നമ്മെ വിടുവിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് യേശുക്രിസ്തുവിൻ്റെ വിലയുണ്ട്, നിങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ വിലയുണ്ട് പിതാവിൻ്റെ മുമ്പിൽ. ആമേൻ. അതുകൊണ്ട് ഹെബ്രായ ലേഖനം 3-ാം അധ്യായം നമ്മെ വിളിക്കുന്നത് വിശുദ്ധ സഹോദരന്മാരെ എന്നാണ്. വിശുദ്ധ സഹോദരന്മാരെ നിങ്ങളത് വായിച്ചിട്ടുണ്ടോ? ഹോളി ബ്രദറൻ. ആ ഹോളി എന്നുള്ള പദം ഹാഗിയോസ്, ഹാഗിയോസ് എന്ന് പറഞ്ഞാൽ അതിപരിശുദ്ധമെന്നാണ്. അപ്പോൾ അതിപരിശുദ്ധ സഹോദരന്മാരെ എന്ന് നമ്മളെ വിളിച്ചേക്കുന്നത്. ഈ സ്വർഗത്തെ വിശുദ്ധമെന്ന് പറയുന്ന ആ വാക്കിനും ഹാഗിയോസ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ഹാഗിയോസ്. പ്രൈസ് ഗോഡ്. അപ്പോൾ അത്രത്തോളം നമ്മൾ വിശുദ്ധരാണ്. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ കഴുകപ്പെട്ട ഒരു വ്യക്തി വിശുദ്ധനാണ്. എത്രത്തോളം? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിന് എത്രത്തോളം വിശുദ്ധിയുണ്ടോ അത്രത്തോളം വിശുദ്ധി നമുക്കുണ്ട് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ. ആമേൻ. അപ്പോൾ നാം അത്രത്തോളം ദൈവസന്നിധിയിൽ വിലപ്പെട്ടവരാണ്, നമ്മൾ വിലയേറിയവരാണ്. ഇതാണ് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്. അപ്പം റോമാലേഖനം 7-ാം അധ്യായത്തിലേക്ക് വീണ്ടും നമുക്ക് വരാം. നമ്മളിന്ന് വായിച്ച വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. ഇതിങ്ങനെയാണ്, ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി തീർന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, 6-ാം അധ്യായം പാപത്തിൽ നിന്ന് ഒഴിവുള്ളവരായി. എന്തുകൊണ്ട്? യേശുക്രിസ്തുവിനോടൊപ്പം മരിച്ചതുകൊണ്ട് ഞാൻ പാപത്തിൽ നിന്ന് ഒഴിവുള്ളവനായി. ഇവിടെ പറഞ്ഞാൽ പാപം ആവശ്യപ്പെട്ട അല്ലെങ്കിൽ പാപം ചെയ്യുന്ന ദേഹിയിൽ നിന്ന് ദൈവത്തിൻ്റെ നീതി ആവശ്യപ്പെട്ട മരണം നമ്മൾ കൊടുത്തു തീർത്തു. കർത്താവ് യേശുക്രിസ്തു കൊടുത്തു തീർത്തു. നിങ്ങളുടെ മരണം യേശുക്രിസ്തു കൊടുത്തു തീർത്തു. ഇനി നിങ്ങൾ മരിക്കണ്ട. ഇതാണ് ബൈബിൾ പറയുന്നത്. ആമേൻ. അത് എത്ര മനോഹരമാണ് ഈ രക്ഷാകര പ്രവൃത്തി, അല്ലേ? എത്ര മനോഹരമാണ് ആ പിതാവിൻ്റെ നമ്മോടുള്ള സ്നേഹം. പ്രൈസ് ഗോഡ്. അപ്പം അതൊന്ന് ഓർക്കുമ്പോൾ നമ്മുടെ അന്തരംഗത്തിൽ ഉയരുന്ന സന്തോഷം എത്രത്തോളമാണ്. ആമേൻ. അപ്പം നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ പിതാവിന് നമ്മോടുള്ള ഈ സ്നേഹത്തെ നാം ധ്യാനിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ. നാം അത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ. ഇനിയും ഇവിടെ എന്താ ഈ ന്യായപ്രമാണമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, യഹൂദൻ്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ബൈബിൾ ചിന്തിക്കാനായിട്ട്. അപ്പോൾ ഈ യഹൂദൻ ഒരിക്കലും ഒഴിച്ചുകൂടാൻ മേലാത്ത ഒന്നാണ് ന്യായപ്രമാണം. ഇത് ജാതികൾക്ക് ബാധകമല്ല, ജാതികൾക്ക് ഇത് പകരപ്പെട്ടിട്ടുമില്ല. എന്നാൽ യഹൂദൻ്റെ പശ്ചാത്തലത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ജാതികളിൽ നിന്ന് യഹൂദനെ വ്യത്യസ്തനാക്കുന്നതാണ് ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത്. ന്യായപ്രമാണം ഇല്ലെങ്കിൽ ഒരുവൻ യഹൂദനല്ല. ന്യായപ്രമാണം, പരിച്ഛേദന, ഈ 2 കാര്യം മാത്രമാണ് ലോകത്തിലുള്ള മറ്റ് ജാതികളിൽ നിന്ന് യഹൂദനെ വ്യത്യസ്തനാക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇനിയും എന്താ ന്യായപ്രമാണം? ഇനി നമുക്ക് ന്യായപ്രമാണം അനുസരിക്കേണ്ടതുണ്ടോ? ബൈബിൾ പുതിയ നിയമ വിശ്വാസിയോട് പറയുന്നു, നിങ്ങൾ ന്യായപ്രമാണം അനുസരിക്കേണ്ടതില്ല. സ്തോത്രം. കൊരിന്ത്യലേഖനം നമ്മോട് പറയുകയാണ്, നാം കല്ലിൽ
അക്ഷരമായി കൊത്തപ്പെട്ട മരണ ശുശ്രൂഷയല്ല നമ്മുടേത്, മറിച്ച് നമ്മുടേത് ആത്മാവിൻ്റെ ശുശ്രൂഷയാണ് ദൈവം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കല്ലിൽ അക്ഷരമായി കൊത്തപ്പെട്ട മരണ ശുശ്രൂഷ അത് നീങ്ങിപ്പോയി. എന്നാൽ ക്രിസ്തുവിലുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകകളിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു പുതിയ നിയമ ശുശ്രൂഷയുണ്ട്. അതാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ആമേൻ. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞാൽ, എഴുതപ്പെട്ട കൽപ്പനകളല്ല നമുക്കുള്ളത്, മറിച്ച് നമ്മുടെ മനസ്സാക്ഷിയിൽ എഴുതപ്പെട്ടിരിക്കുന്ന നിയമമാണ് നമുക്കുള്ളത്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരുവൻ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ അവൻ്റെ മനസ്സാക്ഷി യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ തളിക്കപ്പെടുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ ഒരുവൻ്റെ മനസ്സാക്ഷി തളിക്കപ്പെടുമ്പോൾ അവൻ്റെ മനസ്സാക്ഷി ഒരു സ്വർഗീയ പരിശുദ്ധ സ്ഥലം പോലെ ആയിത്തീരുകയാണ്. കാരണം ഈ രക്തം, യാഗരക്തം തളിക്കപ്പെടുന്നത് എവിടെയൊക്കെയാണെന്ന് അറിയാമോ? അത് ആലയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്താണ്. പ്രൈസ് ഗോഡ്. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം എന്നിങ്ങനെ 3 ഇടങ്ങളാണ് സമാഗമന കൂടാരത്തിനുള്ളതെന്ന് നമുക്കറിയാം. ഹെബ്രായലേഖനം പറയുമ്പോൾ 2 ഇടങ്ങളെക്കുറിച്ച് അവിടെ പ്രസ്താവിക്കുന്നുള്ളൂ. പ്രാകാരത്തെ അവിടെ എണ്ണിയിട്ടില്ല, മറിച്ച് വിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലത്തെക്കുറിച്ചും പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ പ്രാകാരത്തിൽ നടക്കുന്ന യാഗത്തിൻ്റെ രക്തവുമായി വിശുദ്ധ സ്ഥലത്തേക്കും അതിപരിശുദ്ധ സ്ഥലത്തേക്കും പുരോഹിതൻ കടന്നു പോകും. ഇതുപോലെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ നിയമരക്തം അത് സ്വർഗീയ സ്ഥലങ്ങളിൽ മാത്രമല്ല കൊണ്ടുചെന്നത്. സ്വർഗീയ സ്ഥലങ്ങളിൽ എത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മുടെ മനസ്സാക്ഷിയിലും വീഴ്ത്തപ്പെട്ടു. അപ്പോൾ 2 ഇടങ്ങളിലാണ് യേശുവിൻ്റെ രക്തം വീഴ്ത്തപ്പെട്ടത് കേട്ടോ. യേശുവിൻ്റെ പുണ്യാഹ രക്തം 2 ഇടങ്ങളിൽ തളിക്കപ്പെട്ടു. 1 നമ്മുടെ മനസ്സാക്ഷിയിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ. 2 അതിപരിശുദ്ധ സ്ഥലത്ത്. ആമേൻ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം തളിക്കപ്പെട്ടത് കൊണ്ട് നമ്മുടെ മനസ്സാക്ഷി സ്വർഗത്തെ പോലെ വിശുദ്ധമായതുകൊണ്ടാണ് നമ്മളെ വിശുദ്ധരെന്ന് വിളിക്കുന്നത്. ആമേൻ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ തോന്നിയേക്കാം, എൻ്റെ മനസ്സാക്ഷിക്ക് സ്വർഗത്തിൻ്റെ അത്രയും വിശുദ്ധിയുണ്ടോ എന്ന്. നമുക്ക് ആ വിശുദ്ധി കാണത്തില്ല, പക്ഷേ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിന് ആ വിശുദ്ധിയുണ്ട്. ആ രക്തം തളിക്കപ്പെടുന്ന ഇടങ്ങൾ അത്രത്തോളം വിശുദ്ധമാകുകയാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് നമ്മെ ഹാഗിയോസ് അഥവാ നമ്മെ വിശുദ്ധരെന്ന് വിളിക്കുന്നത്. ആമേൻ. അപ്പോൾ അങ്ങനെ സ്വർഗീയ സ്ഥലത്ത് തളിക്കപ്പെട്ട നിയമരക്തം പോലെ നമ്മുടെ മനസാക്ഷിയിലും നിയമരക്തം തളിച്ച് നമ്മെ വിശുദ്ധരാക്കി. നാം ഇന്ന് വിശുദ്ധരാണ്. ആമേൻ. അതുകൊണ്ടാണ് നമ്മെ വിളിക്കുന്നത് വിശുദ്ധ സഹോദരന്മാരെ എന്ന്. ആമേൻ. അപ്പോൾ പറഞ്ഞു വന്നത്, നമുക്ക് എഴുതപ്പെട്ട പ്രമാണങ്ങളില്ല. നമ്മുടെ മനസാക്ഷിയെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ചപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ മനസാക്ഷിയുടെ മാംസപ്പലകളിൽ ദൈവം തൻ്റെ കൽപ്പനകളെ എഴുതി. പ്രൈസ് ഗോഡ്. ഒന്നുകൂടി പറഞ്ഞാൽ, പത്രോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, പത്രോസിൻ്റെ 2-ാം ലേഖനത്തിൽ പറയുന്നു, നാം നമ്മെ വീണ്ടും ജനിപ്പിച്ച ദൈവവചനത്താൽ അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി. ആമേൻ. കർത്താവ് തൻ്റെ ക്യാരക്ടർ നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുക. ഒരു കൽപ്പനയുമില്ല, എഴുതപ്പെട്ട കൽപ്പനകളൊന്നുമല്ല, മറിച്ച് നമ്മുടെ മനസാക്ഷി ദൈവത്തിൻ്റെ മനസാക്ഷിയാണ്, ക്രിസ്തുവിൻ്റെ മനസാക്ഷിയാണ്. കൊരിന്ത്യർ ലേഖനം നമ്മോട് ഇപ്രകാരം ഓർപ്പിക്കുന്നു, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നാം ആത്മാവിൻ്റെ സ്വഭാവത്തിൽ നടക്കുകയാണ്. ആമേൻ. ഇവിടെ ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരമാണ് ഓർപ്പിക്കുന്നത്, അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ ദൈവത്തെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി തീർന്നിരിക്കുന്നു. അങ്ങനെയാണ് ദൈവത്തിൻ്റെ തിരുവചനം ഇവിടെ പറയുന്നത്. പ്രൈസ് ഗോഡ്. എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? എന്താ ഈ അക്ഷരത്തിൻ്റെ പഴക്കം? അക്ഷരത്തിൻ്റെ പഴക്കം എന്ന് പറയുന്നത് എഴുതപ്പെട്ട കൽപ്പന, അക്ഷരത്തിൽ എഴുതപ്പെട്ട കൽപ്പന, കൽപ്പലകളിൽ എഴുതപ്പെട്ട കൽപ്പന. അപ്പോൾ ആ കൽപ്പലകളിൽ എഴുതപ്പെട്ട അക്ഷരം അത് മറ്റൊരിടത്താണ് എഴുതപ്പെട്ടത്. ആമേൻ. അത് പഴയതായിപ്പോയി, അതിനെ പഴയതാക്കി യേശു. എന്നിട്ട് നാം ഇപ്പോൾ ആത്മാവിൻ്റെ പുതുക്കത്തിലാണ്. ആമേൻ. എന്ന് പറഞ്ഞാൽ പുതിയ കൽപ്പനയിലാണ്. ആത്മാവിൻ്റെ പുതുക്കം എന്നവിടെ പറയുന്നത്, ആത്മാവിൻ്റെ പുതിയ കൽപ്പന നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്നു.
ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ പിന്നത്തേതിൽ ദൈവത്തിൻ്റെ വചനം റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ തന്നെ നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷാവിധിയില്ല. ആമേൻ. നിങ്ങൾക്ക് ശിക്ഷാവിധിയില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. എന്നിട്ട് അടുത്ത വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ആമേൻ, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൽ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഞാൻ ആ വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ആമേൻ. അപ്പൊ യേശു ക്രിസ്തുവിലുള്ള ഒരാൾക്ക് എന്താ ശിക്ഷാവിധി ഇല്ലാത്തത്? കർത്താവായ യേശു ക്രിസ്തുവിലുള്ളവരെ ശിക്ഷാവിധി നടന്നു കഴിഞ്ഞു. നമ്മുടെ ശിക്ഷാവിധി കർത്താവായ യേശു ക്രിസ്തുവിൽ നടന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ശിക്ഷാവിധി ഇല്ല. ആമേൻ. യെശയ്യാവിന്റെ പ്രവചനം 53-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? നമ്മുടെ ശിക്ഷ നമ്മുടെ പാപങ്ങൾ നിമിത്തമുള്ള, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തമുള്ള ശിക്ഷ അവൻ്റെ മേലായി. ആ അകൃത്യം എന്നുള്ള പദത്തിന് പാരപ്റ്റോമ എന്ന് പറയും ഗ്രീക്കിൽ. പാരപ്റ്റോമ എന്ന് പറഞ്ഞാൽ വിൽഫുൾ സിൻ എന്നാണ്. വിൽഫുൾ സിൻ, മനഃപൂർവ്വ പാപം. അപ്പം ഈ ലേവ്യ പുസ്തകം നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. ലേവ്യ പുസ്തകം 1, 2, 3, 4, 5 ഇടങ്ങളിൽ 5 യാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. ഇപ്പം ബേൺഡ് ഓഫറിങ് അഥവാ ഹോമയാഗം മുതൽ ഇങ്ങോട്ട് ഭോജനയാഗം, അതുപോലെ സമാധാനയാഗം, പാപയാഗം, അകൃത്യയാഗം, ഇങ്ങനെ 5 യാഗങ്ങളുണ്ട്. ഈ 5 യാഗങ്ങളും ഒരു മനുഷ്യൻ ചെയ്യേണ്ടിയിരുന്ന, എന്നാൽ ഈ 5 യാഗങ്ങളും ഒരു മനുഷ്യൻ ചെയ്യേണ്ടതിന് പകരം ഇത് യേശുക്രിസ്തുവിൽ നിവൃത്തീകരിക്കപ്പെട്ടു. ഇതുകൊണ്ടാണ് ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നമ്മോട് പറയുന്നത്, ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഏകയാഗത്താൽ അവൻ സദാകാലത്തേക്ക് നമ്മെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. പ്രൈസ് ഗോഡ്. നമുക്ക് ശിക്ഷാവിധിയില്ല. ഞാൻ ക്രിസ്തുവിലാണെങ്കിൽ എനിക്ക് ശിക്ഷാവിധിയില്ല. ഇതാണ് ദൈവത്തിന്റെ തിരുവചനം അവിടെ ഓർപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പൊ ഇനി 7-ാം അധ്യായത്തിലേക്ക് വരാം. ആമേൻ. ഇപ്പം 7-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചല്ലോ, ആമേൻ, ന്യായപ്രമാണം സംബന്ധിച്ച് നാം മരിച്ചു. ആമേൻ. ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചു. എന്നാൽ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായതുകൊണ്ട് നാം ആത്മാവിൻ്റെ പുതുക്കത്തിൽ ദൈവത്തെ സേവിക്കണം. ആമേൻ. എന്താ ആത്മാവിൻ്റെ പുതുക്കത്തിൽ ദൈവത്തെ സേവിക്കുക? നമ്മോട് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നത്, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നാം ആത്മാവിൽ മാത്രം നടക്കുക, ആത്മാവിൽ മാത്രം എന്തും ചെയ്യുക, ആത്മാവിൽ നാം മാത്രം പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മുടെ സകല നിമിഷങ്ങളും പരിശുദ്ധാത്മാവിനോടൊത്ത് മാത്രം ചിലവഴിക്കുക, മാനുഷികമായി ഒന്നും ചെയ്യരുത്. ആമേൻ. നാം പാടുമ്പോഴോ അന്യഭാഷ പറയുമ്പോഴോ കൂട്ടായ്മ ആചരിക്കുമ്പോഴോ പ്രവചിക്കുമ്പോഴോ പ്രസംഗിക്കുമ്പോഴോ അല്ല ആത്മാവിൽ നടക്കേണ്ടത്. മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളും പരിശുദ്ധാത്മ നിറവിലായിരിക്കണം എന്നുള്ളതാണ് നമ്മോടുള്ള ദൈവിക വിവക്ഷ. ഇതാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമുക്കിന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ ചിന്തിക്കാം. നാം എത്രത്തോളം ആത്മനിറവിലാണ്, എത്രത്തോളം നാം പരിശുദ്ധാത്മാവിനെ കേൾക്കുന്നവരാണ്. വചനം നമുക്ക് ഉറപ്പ് തരുന്നു, നാം ആത്മസ്വഭാവമുള്ളവരാണ്. റോമാലേഖനം 8-ാം അധ്യായം നമുക്ക് ഉറപ്പ് തരികയാണ്, നാം ഒരിക്കലും ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരാണ്. എന്നാൽ നാം ആത്മസ്വഭാവം ഉള്ളവരാണെങ്കിലും പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്നില്ലെങ്കിൽ അത് നമ്മൾ വെളിപ്പെടുകയില്ല. അപ്പോൾ നമുക്കിന്ന് ഈ ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാമല്ലോ. കർത്താവേ, ഞങ്ങൾ വീണ്ടും ജനിച്ച അനുഭവം മുതൽ ഇങ്ങോട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആത്മസ്വഭാവമുള്ളവരായി ജീവിക്കാൻ കൃപ തരണേ എന്ന് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമുക്കൊന്നിച്ച് കണ്ണുകടയ്ക്കാമല്ലോ. കർത്താവും പിതാവുമേ, ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒരിക്കലായി വീണ്ടും ജനിച്ചവരാണ്, ഞങ്ങൾ കർത്താവിനെ സ്വീകരിച്ചവരാണ്. എന്നാൽ പലപ്പോഴും മാനുഷിക ബുദ്ധിയിലും മാനുഷിക കൽപ്പനകളിലും ഞങ്ങൾ മുന്നേറുവാൻ ആഗ്രഹിക്കുമ്പോൾ ഈ പകൽ ഞങ്ങളെ പഠിപ്പിക്കുന്ന ദൈവവചനത്തിനൊത്തവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിപ്പാൻ, പരിശുദ്ധാത്മ നിറവിൽ എപ്പോഴുമായിരിക്കാൻ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ, ഒരു ദിവസത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും പരിശുദ്ധാത്മാവിൻ്റെ ആ ഗൈഡൻസിൽ മാത്രം മുൻപോട്ട് പോകുവാൻ
ധാരാളം ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തെ ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാകുന്നതും പ്രസാദവുമുള്ളതുമാക്കി തീർക്കുന്ന ആ വലിയ ദൈവകൃപയെ ഞങ്ങൾ ശരണപ്പെടുന്നു. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടി ഇരിക്കട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.